ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ SDP ജമാഅത്തെ പിന്തുണയോടെ UDF ഭരിക്കും. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടെയാണ് ഭരണം പിടിച്ചത്. ജമാഅത്തെ ഇസ്ലാമിസ്റ്റിന് പുറമെ വെൽഫെയർ പാർട്ടിയും UDFനെ പിന്തുണച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും BJP വിട്ടുനിന്നു. വിവരങ്ങൾ പ്രജിത്ത് മോഹൻ നൽകും. പ്രജിത്ത്, നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത തിരുവനന്തപുരം പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ SDP ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടെ UDF ഭരിക്കുമെന്നാണ് വിവരങ്ങൾ. അമൽ, അങ്ങനെ തന്നെയാണ്. ഇന്ന് പാങ്ങോട് പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ രീതിയിലുള്ളൊരു പിന്തുണ SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പിന്തുണ UDF-ന് ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അവിടുത്തെ ഒരു സീറ്റ് നില എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉള്ളത് ഇങ്ങനെയായിരുന്നു: CPM-ന് 7, കോൺഗ്രസിന് 6, SDPI 3, BJP 2, വെൽഫെയർ 1 ഇങ്ങനെയായിരുന്നു സീറ്റ് നില. പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും SDP-യും വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് UDF-ന് പിന്തുണ നൽകുന്ന കാഴ്ച കണ്ടു. അങ്ങനെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വന്നപ്പോഴത്തേക്കും UDF-ന് 10, LDF-ന് 7, BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയോടുകൂടി UDF അധികാരത്തിലേറി എന്നുള്ളതായിരുന്നു പാങ്ങോട് പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണ തേടി UDF അധികാരത്തിൽ വരുന്ന ഒന്നിലധികം സംഭവങ്ങൾ ഈ മണിക്കൂറുകളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ എങ്ങനെയാണ് ഒരു അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം UDF നേരിടാൻ ഒരുങ്ങുന്നതിൻ്റെ ഒരു പ്രത്യക്ഷത്തിനുള്ള ഉദാഹരണമാണ് ഈ പാങ്ങോട് അടക്കമുള്ള പഞ്ചായത്തുകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക സംഘടനകളായ വെൽഫെയർ പാർട്ടി, SDP പോലെയുള്ള ഭീകരവാദ സംഘടനകളുമായി യോജിക്കാനും അവരുടെ വോട്ട് വാങ്ങാനും അവരുടെ പിന്തുണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലടക്കം സ്വീകരിക്കാനും UDF മടി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. അമൽ, തിരുവനന്തപുരം പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ SDP ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടെ UDF ഭരിക്കുമെന്നാണ് വിവരങ്ങൾ. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടെയാണ് ഭരണം പിടിച്ചത്. ജമാഅത്തെ ഇസ്ലാമിസ്റ്റിന് പുറമെ വെൽഫെയർ പാർട്ടിയും UDF-നെ പിന്തുണച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും BJP വിട്ടുനിന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ.